നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല മുത്തശ്ശ, സ്വാമീശ്വരൻ അയച്ച മരുന്ന് വന്നോ? വന്നു മോളെ, അതുകൂടി കൊണ്ടുതരാനല്ലേ വന്നത്. അമ്മ സ്കൂളിൽ പോവാണോ? അതെ. അമ്മ ഇന്ന് കുട്ടനെ സ്കൂളിലേക്ക് വിളിക്കല്ലേ, കൂട്ടൻ വരില്ല. കുട്ടനും മാലാകയും ഇവിടെ നിന്ന് കളിച്ചോളാം. ആയിക്കോട്ടെ, ഞാൻ ഇന്നല്ല ഇനി ഒരിക്കലും കുട്ടനെ സ്കൂളിലേക്ക് വിളിക്കില്ല. കുട്ടന് മാലാഖയുള്ളപ്പോ ഞാനെന്തിനാ കുട്ടനെ കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നേ? അപ്പൊ എനിക്ക് സ്കൂളിൽ പോകണ്ടല്ലോ. മാലാകെ, ഇനി എനിക്ക് സ്കൂളിൽ പോകണ്ടേ? ഇനി ശരി, പോണ്ട കൂട്ടാ. ഞാനിപ്പോ ശരിക്കും പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷത്തിലാ ദേവികെ. സിദ്ധുവിന്റെ കാര്യത്തില് ഞാൻ എന്തുമാത്രം ടെൻഷനിലായിരുന്നു എന്ന് ദേവികയ്ക്ക് അറിയോ? ഞാൻ മാത്രല്ല, മഹിയേട്ടനും പിന്നിവിടെ എല്ലാരും. പക്ഷെ ഇപ്പോ എന്റെ ടെൻഷൻ മുഴുവൻ മാറിക്കിട്ടി. ഇനി ഞാൻ സിദ്ധുവിന്റെ കാര്യത്തിൽ എന്തിനാ പേടിക്കുന്നേ? ദേവിക മോന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ എന്താ പേടിക്കണ്ടേ? ഞാനിവനെ സ്കൂളിൽ കൊണ്ടുവന്നിരുന്നത് തന്നെ ഇവനെക്കുറിച്ചുള്ള ആദ്യമുള്ളത് കൊണ്ടായിരുന്നു. ഇനിയിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. മാഡം സമാധാനായിട്ട് സ്കൂളിലേക്ക് പോയിക്കോളൂ. സദാ നേരവും കുട്ടനൊപ്പം ഞാനുണ്ടാവും. ഒരിക്കലും എന്റെ കണ്ണു തെറ്റി ഒരു കുഴപ്പവും കുട്ടന് സംഭവിക്കില്ല. ദേവിക അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, എനിക്കത് നന്നായിട്ടറിയാം. മോളെ ദേവികെ, നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ മഹാഭാഗ്യ. അയ്യോ, ഞാൻ എടുത്തിട്ട് വരാം. ഞാൻ എടുത്തോളാം. കുട്ടാ, മാഡം, സിദ്ധു, കുട്ടാ, എന്താ? കുട്ടാ, കുട്ടാ, സിദ്ധു, എഴുന്നേൽക്ക്. സിദ്ധു, സിദ്ധു, എന്താ പറ്റി? സിദ്ധു, കുട്ടാ, അയ്യോ, എഴുന്നേൽക്ക്. ഞാൻ കൊടുത്ത ചോക്ലേറ്റിൽ മയക്കുമരുന്നുണ്ടായിരുന്നു, അതാ അവൻ ബോധം കെട്ട് വീണത്. മയക്കുമരുന്നോ? അതിന് നീ എന്താ ചെയ്തേ? ഞാൻ പറഞ്ഞുതരാം ഹരിയേട്ടാ. മോനെ, എന്തല്ലേ അമ്മേ? മോന് ചോക്ലേറ്റ് വേണോ? ആ വേണം. അതിന് ഇളയമ്മയുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടോ? ആ ഡേ, ഇത് ഇളയമ്മ മോന് വേണ്ടി വാങ്ങിച്ച ചോക്ലേറ്റാ. മോൻ കഴിച്ചോ. സൂക്ഷിച്ചു പൊട്ടിക്കണേ, നല്ല സ്വാദുള്ള മുട്ടായിയാ. മോൻ കഴിച്ചോ. നല്ല ചോക്ലേറ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ നിനക്ക് സ്നേഹം കൊണ്ട് തന്ന ചോക്ലേറ്റ് ഒന്നും അല്ല, ഇത് നിന്റെ മാലാഖയ്ക്കുള്ള പണിയാടാ കുട്ടാ. കഴിച്ചോ, മോൻ കഴിച്ചോ. ഈ അവസരം നമുക്ക് മുതലെടുക്കണം. ദേവികയുടെ കളി ഇന്നത്തോടെ നമുക്ക് അവസാനിപ്പിക്കണം. ഹരിയേട്ടൻ വന്നേ. കുട്ടാ, മോനെ, സിദ്ധു, കുട്ടാ, സിദ്ധു, കുട്ടാ, കുട്ടാ, എന്ത് പറ്റി? കുട്ട എഴുന്നേക്ക്. കുട്ടാ, അറിയില്ല കുട്ടാ, എന്താ പറ്റിയെന്ന് അറിയില്ല. ഇവിടെ കളിച്ചു ചിരിച്ചു നിൽക്കായിരുന്നു സിദ്ധു, പെട്ടെന്ന് ബോധം കെട്ട് വീണു. ആ അതിലിപ്പം കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ആരോടും ചോദിക്കാതെ ദേവിക സിദ്ധുവിന്റെ മരുന്നുകളെല്ലാം പൂർണ്ണമായിട്ട് അങ്ങ് നിർത്തിയില്ലേ, അതിന്റെ ഫലം ഇത്. ഇളമ്മേ, ഞാൻ ആരോടും ചോദിക്കാതെ അല്ല ആ മരുന്നുകളൊക്കെ എടുത്ത് കളഞ്ഞത്. സ്വാമിയച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ ആ മരുന്നുകൾ എടുത്ത് കളഞ്ഞത്. ഞാനത് വിശദമായിട്ട് പറഞ്ഞതല്ലേ. ഇത് ആ മരുന്നുകൾ കളഞ്ഞതിന്റെ പ്രശ്നമൊന്നും ആയിരിക്കില്ല. ഇവനെ വിളിച്ചിട്ട് എണീക്കുന്നില്ലല്ലോ മോളെ. മാഡം ടെൻഷൻ ആവാണ്ടിരിക്കെ. ഇതുപോലെ ആരെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ബോധം കെട്ട് വീണാല്
ആ അവസരങ്ങളില് അവർക്ക് കൊടുക്കാനായിട്ട് മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്ന ഒരു നാട്ടുമരുന്നുണ്ട്. ഞാനത് തയ്യാറാക്കി കൊണ്ടുവന്ന് കുട്ടന് കൊടുക്കാം. മാഡം നോക്കിക്കോളൂ. സിദ്ധു മോനെ, കണ്ണു തുറക്കും മോനെ, അമ്മയെ വിളിക്കുന്നേ. മോളെ വേഗം വാ സിദ്ധു. അമ്മയെ വിളിക്കുന്നേ. മോളെ വേഗം വാ സിദ്ധു. മോനെ, കണ്ണു തുറക്കും മോനെ. സിദ്ധു കുട്ട, മോനെ, കുട്ട, 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 കുട്ട. സിദ്ധു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മാലാകെ ആ, എഴുന്നേക്ക് പതുക്കെ. എന്റെ ഈശ്വര, മുത്തശ്ശ. എന്താ എല്ലാരും കൂടി ഇവിടെ? അത് കുട്ടനൊന്ന് ബോധം കെട്ട് വീണു. എന്നിട്ട് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ, ഒരു ചെറിയ തലകറക്കമായിരുന്നു. നമ്മുടെ മുത്തശ്ശി പറഞ്ഞു തന്ന ഒരു നാട്ടുമരുന്ന് ഉണ്ടാക്കി കുട്ടന് കൊടുത്തപ്പോ ആ തലകറക്കൊക്കെ അങ്ങ് മാറി. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ. മിടുക്കൻ. അല്ല മുത്തശ്ശ, സ്വാമീശ്വരൻ അയച്ച മരുന്ന് വന്നോ? വന്നു മോളെ, അതുകൂടി കൊണ്ടുതരാനല്ലേ വന്നത്. ദാ മോളെ. ഞാൻ ഇതിനു വേണ്ടിട്ട് ഇതുവരെ കാത്തിരിക്കായിരുന്നു. ഇപ്പൊ സമാധാനമായല്ലോ? സമാധാനായി. അച്ഛൻ വരണം, നമുക്ക് കുട്ടൻ അകത്ത് വന്നേ. എന്റെ ബോള് വരൂ. വാ, നടക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.